കേരള സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ തിരുവനന്തപുരത്ത് SFI KSU ഏറ്റുമുട്ടൽ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങി. അല്പസമയം മുമ്പ് SFIയുടെ ആഹ്ലാദ പ്രകടനത്തിനിടയിലാണ് സംഘർഷമുണ്ടായത്. പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശുന്നത് കണ്ടു. പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. SFIയുടെ വിജയാഹ്ലാദ പ്രകടനത്തിന് നേരെ KSU പ്രവർത്തകർ കല്ലെറിഞ്ഞു എന്നാണ് SFI നേതാക്കൾ പറയുന്നത്. CPIM പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. ഇങ്ങനെ ഒരു സംഘർഷം നടക്കുന്ന ഘട്ടത്തിലും പോലീസ് കാഴ്ചക്കാരായി നിന്നു, SFI പ്രവർത്തകരെ മാത്രം തെരഞ്ഞുപിടിച്ച് തല്ലി എന്നതടക്കമുള്ള വിമർശനങ്ങൾ CPIM ഉയർത്തുകയാണ്. ഭരണമാറ്റത്തിന് പിന്നാലെ SFI പ്രവർത്തകരെ തെരുവിൽ നേരിടാനുള്ള നീക്കം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഒരു മുന്നറിയിപ്പായി തന്നെ സർക്കാരിന് CPIM നേതാക്കൾ നൽകുകയാണ്. CPIMന്റെ മുതിർന്ന നേതാക്കൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. അല്പസമയം മുമ്പ് CPIM ജില്ലാ സെക്രട്ടറി A റഹീമിന്റെ പ്രതികരണം നമ്മൾ കണ്ടു. MV ജയരാജനും അല്പസമയം മുമ്പ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം ഈ സംഘർഷങ്ങൾക്ക് പിന്നാലെ നാളെ SFI സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അരുൺ സോളമൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, SFIയുടെ പ്രതികരണം നമ്മൾ കണ്ടു, CPIM നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. എന്താണ് KSU പ്രവർത്തകർ പറയുന്നത്? അരുൺ സോളമൻ. റീജിത്ത്, നിലവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള പ്രതികരണം വന്നിരിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ K കാർത്തിക്കിൻ്റെയാണ്. നിലവിൽ സ്ഥിതിഗതികൾ ഇപ്പോൾ ശാന്തമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. പക്ഷെ അപ്പോഴും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ചില ഏകപക്ഷീയമായിട്ടുള്ള ഒരു നടപടികൾ ഉണ്ടായി എന്നുള്ളതാണ് SFIയുടെ സംസ്ഥാന നേതൃത്വമായാലും CPIM ആയാലും ഒരുപോലെ ഉന്നയിക്കുന്നത്. എന്തായാലും നാളെ ഇപ്പോൾ SFI ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധവുമായി എത്തുകയാണ്. K കാർത്തിക് നമുക്കൊപ്പം ഉണ്ട്. ഇവിടെ ഇപ്പോൾ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. അതെ, പ്രവർത്തകർ ഇത്തരത്തിൽ ആഹ്ലാദ പ്രകടനമായി എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് ഉണ്ടായിരുന്നു. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു പ്രശ്നമുണ്ടായി. പോലീസ് ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് കുറച്ച് ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വന്നു. ഇപ്പോൾ എല്ലാം ഡിസ്പേഴ്സായി പോയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഏകപക്ഷീയമായ ഒരു നീക്കം ഉണ്ടായെന്നാണ് CPIM ഉന്നയിക്കുന്ന ആരോപണം. SFI ആയാലും അതുപോലെയാണ്. നിലവിൽ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ശാന്തമാണ്. ബാക്കി കാര്യങ്ങളെല്ലാം പിന്നെ നോക്കാം. ഓക്കെ, വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കാം. നാളെ SFI സെക്രട്ടറിയിലേക്ക് പ്രതിഷേധവുമായി എത്തുകയാണ്. സമരഗേറ്റ് ഇപ്പോൾ വീണ്ടും തുറന്നിരിക്കുകയാണ്. നാളെ നോക്കാം. റീജിത്ത്, എന്തായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ വളരെ ശാന്തമാണ്. പക്ഷെ അപ്പോഴും ഇപ്പോൾ ഒരുപാട് പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നേരത്തെ തന്നെ സംഘർഷം നടന്ന സമയത്ത് 4 ഘട്ടങ്ങളിലായിട്ടാണ് മുതിർന്ന നേതാവായിട്ടുള്ള A റഹീം ആയാലും MV ജയരാജനായാലും സ്ഥലത്തെത്തി ഈ പ്രവർത്തകരെ ശാന്തമാക്കി അവിടെ ഇരുത്തി മുദ്രാവാക്യം വിളിച്ചു വരികയായിരുന്നു. ആ സമയത്താണ് വീണ്ടും ഈ 4 ഘട്ടങ്ങളിലായിട്ടാണ് KSUവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ആ കല്ലേറ് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ ആദ്യഘട്ടത്തിൽ പാളയം മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നു. അത് പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിക്കുന്നു. അത് കല്ലേറും അതുപോലെ തന്നെ കിട്ടിയതൊക്കെയും പ്രവർത്തകർ ഇരുകൂട്ടരും വലിച്ചെറിയുന്നതാണ് നമ്മൾ തെരുവിടത്ത് കണ്ടത്. അത് പിന്നെ ശാന്തമായെങ്കിലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ചില ഏകപക്ഷീയമായിട്ടുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടായി എന്നുള്ള കടുത്ത ആക്ഷേപം, കടുത്ത ആരോപണം CPIMന്റെ ഭാഗത്തു നിന്നായാലും വിദ്യാർത്ഥി സംഘടന SFIയുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിൽ ജലപീരങ്കി പ്രയോഗിച്ചതായാലും ലാത്തി ചാർജ് നടത്തിയതായാലും SFI പ്രവർത്തകർക്ക് നേരെയാണ്. അതിൽ ശിവപ്രസാദിനടക്കം പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ കല്ലേറിൽ ശിവപ്രസാദിന് തലയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രവർത്തകർക്ക് പരിക്കേറ്റ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടം കൂടിയാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകരൊക്കെ മെഡിക്കൽ കോളേജിലും അതുപോലെ ജനറൽ ആശുപത്രിയിലൊക്കെ മാറ്റിയിരിക്കുകയാണ്. നിലവിൽ ഈ പാളയം ഭാഗത്ത് വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇത്രത്തോളം പോലീസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു കയ്യാങ്കളിലേക്ക് ഈ കാര്യങ്ങൾ കടന്നു പോകില്ലായിരുന്നു. കാരണം ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ടർ TV ആണ്. കാരണം ഇത്തരത്തിലൊരു പ്രകോപനമോ അല്ലെങ്കിൽ ഒരു വാക്കേറ്റമോ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം സെനറ്റ് ഹാളിൽ നിന്നോ വളരെ ആവേശത്തോടുകൂടി SFI പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നു. അതിന് പിന്നാലെയാണ് KSU പ്രവർത്തകർ എത്തിയത്. കൂടെ ഈ പോലീസിന്റെ സന്നാഹം സുരക്ഷയൊരുക്കി ഉണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്നാണ് ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും കയ്യാങ്കളിലേക്ക് കാര്യങ്ങൾ കലാശിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു കൂട്ടരെ മാത്രം സാധാരണ നിലയിലാണെങ്കിൽ വലിയ പോലീസ് സുരക്ഷ, പ്രത്യേക ജാഗ്രതയൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതാണ്. ഇവിടെ ഈ പ്രകടനങ്ങൾ മുഖാമുഖം വരാതിരിക്കാനുള്ള ജാഗ്രത അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവണമായിരുന്നല്ലോ അരുൺ സോളമൻ.
റീജിത്ത്, അതാണ് ശരിക്കും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരിക്കലും ഇപ്പോൾ പോലീസിനെ ന്യായീകരിക്കാൻ കഴിയില്ല. 10 വർഷം നമ്മളിങ്ങനെ ഒരു പോലീസിനെ കണ്ടിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു തെരുവ് യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് കൂട്ടരെയും അനുനയിപ്പിച്ച് അവരെ സമാധാനിപ്പിച്ച് രണ്ടിടങ്ങളിലേക്ക് മാറ്റേണ്ടുന്ന ചുമതല ഈ വലിയ സന്നാഹമായി നിലയുറപ്പിച്ച പോലീസിനുണ്ട്. പക്ഷേ എന്തുകൊണ്ട് പോലീസ് അത് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുകയാണ്. അതാണ് മുതിർന്ന നേതാവായിട്ടുള്ള എം വി ജയരാജൻ അടക്കമുള്ളവർ ഉന്നയിക്കുന്ന കടുത്ത ആരോപണം. കാരണം എം വി ജയരാജൻ ഇവിടെ എത്തുമ്പോൾ പോലും ജയരാജനെ പോലും മറിച്ചിടുന്ന ഘട്ടത്തിലേക്ക് പോലീസ് നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു മുതിർന്ന നേതാവ് എത്തുന്നു, ഈ സമരം നടക്കുന്ന ഈ സംഘർഷം നടന്ന സ്ഥലത്താണ് എം വി ജയരാജൻ എത്തിയത്. റഹീം എത്തിയിട്ട് പോലും ഈ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് തിരുവനന്തപുരത്തുണ്ടായിരുന്ന ജയരാജൻ ഈ സംഘർഷ സ്ഥലത്തേക്ക് എത്തിയത്. പക്ഷെ അപ്പോഴും KSU കല്ലെറിയുന്ന കാഴ്ചയാണ് അവിടെ ഉണ്ടായത്. വീണ്ടും സംഘർഷത്തിലേക്ക് പോകുന്നു. ഏറ്റവും ഒടുവിൽ ജയരാജന് സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് ഉറപ്പ് കൊടുക്കുന്നു, KSU പ്രവർത്തകരെ സ്ഥലത്ത് നിന്ന് മാറ്റാം എന്ന ഉറപ്പ്. പങ്കുവെക്കുന്നത് എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് SFI കടക്കുകയാണ്. നാളെ SFIയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. നിരവധി പ്രവർത്തകർക്ക് പോലീസ് നടപടിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് SFI നേതൃത്വം പറയുന്നത്. എന്തായാലും വലിയ സംഘർഷമാണ്. ഏതാണ്ട് 40-45 മിനിറ്റ് സമയം തലസ്ഥാനം പാളയം ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് പാളയത്ത് നമ്മൾ കണ്ടത്. KSU പ്രവർത്തകർ കല്ലെറിഞ്ഞു എന്നുള്ളതാണ് SFI പ്രവർത്തകർ പറയുന്നത്. KSU പ്രവർത്തകരാണെങ്കിൽ തിരിച്ച് പ്രകോപനമുണ്ടായി എന്നുള്ളതാണ് KSUവിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വേർഷൻ. എന്തായാലും പോലീസ് നോക്കി നിന്നു എന്നുള്ള അതിശക്തമായ രാഷ്ട്രീയ വിമർശനം കൂടി സർക്കാരിന് ഒരു താക്കീത് എന്നുള്ള നിലയിൽ തന്നെ, മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ തന്നെ CPIM നേതൃത്വവും നൽകുകയാണ്. അരുൺ സോളമൻ, റോഷി വാൽ, TV പ്രസാദ് ഒക്കെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.